ഇപ്പോഴ് ആരോഗ്യമന്ത്രിയെ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് നടയിലിടാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നു. പക്ഷേ ആ അവസരം അവരുടെ മനസ്സ് മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം ഞങ്ങൾക്ക് തീർത്ത് തന്ന് ഞങ്ങളുടെ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ അവർക്കൊരു മനസ്സ് ഉണ്ടാവണേ എന്ന് ഞങ്ങൾ ഒരു പ്രാർത്ഥന മാത്രമാണ് ഈ പൊങ്കാലയെ കൂടെ ഞങ്ങൾ നേരുന്നത്. ദിശയിലാണ് നിൽക്കുന്നത്. അമ്മ കാത്തുകൊള്ളും, ആ ഒരു വിശ്വാസമുണ്ട്. അമ്മ എന്തായാലും കൈവടിയില്ല ഞങ്ങളെ. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് പൊങ്കാല ഇടുന്നത്. എന്തായാലും ഒരു സമരത്തിന്റെ ഒപ്പം തന്നെയാണ് പൊങ്കാലയിലേക്കും വരുന്നത്. ഞങ്ങൾക്ക് സമരപന്തലിൽ നിന്നും ഇടേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി വരുത്തി. പൊങ്കാല കഴിയുന്നതോടുകൂടി ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുമോ? ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഒരു മാസത്തോളമായി ഞങ്ങൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് രോഗികളുടെ കിടപ്പ് രോഗികളെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ ഇത്രയും ദിവസം പക്ഷെ അത് 60 വയസ്സിന് മേലോട്ടുള്ള ചേച്ചിമാരുടെ ഉണ്ട്. അവർക്ക് ഇന്ന് വരെയും എന്താണ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് ഒരു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ തീരുമാനം നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ കലം തിളക്കുമ്പോ മനസ്സ് തിളച്ച് തന്നെയാണ് പോകുന്നത്. മനസ്സ് തിളച്ച് ഞങ്ങളെ ദേവിയിൽ അർപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ സർക്കാരിന്റെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ദിവസമായി അവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇരിക്കുകയാണ്. ഇന്നത്തെ പൊങ്കാല കഴിയുന്നതോടുകൂടി ഒരു തീരുമാനം വരുമോ? തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരട്ടെ, ആറ്റുകാല അമ്മ സഹായിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങള്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ് പൊങ്കാലയ്ക്ക്. എന്താണ് ചേച്ചി പറയാനുള്ളത്? ഞാൻ 11 വർഷമായി പൊങ്കാലയിടാൻ വരുന്നു. ഇപ്രാവശ്യത്തെ അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് സമരപന്തലിൽ നിന്നും ഇടേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി വരുത്തി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലയിടുന്നത്. അപ്പോൾ അത് സമരപന്തലിലാണ്. എന്തായാലും അമ്മന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല മനസ്സ് തോന്നി ഞങ്ങളുടെ സമരം വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ദിവസവും നിങ്ങൾ മുദ്രാവാക്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങേയറ്റം 100% തെറ്റാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും ദേശാഭിമാനി സത്യം പറയാൻ ഒരു പരിശ്രമം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കേന്ദ്രത്തിനെതിരെ ഒരു യോജിച്ച സമരം, കേന്ദ്രമാണ് നിങ്ങളെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. യോജിച്ച സമരം അനിവാര്യമായി വരും. അത് രാജ്യത്തെ മുഴുവൻ ആശാവർക്കർമാരും ചേർന്ന് നടത്തുന്ന ഒരു സമരത്തിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആ ചർച്ചയിൽ തന്നെ ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ഒരു എതിർ നിലപാട് ഉണ്ടെങ്കിലല്ലേ സർക്കാർ ഈ ആവശ്യങ്ങൾക്കൊപ്പമാണ്. അത് മാത്രമല്ല, അതിൽ കൃത്യമായ മറ്റ് വ്യക്തമായ നിലപാടുണ്ടല്ലോ. അപ്പോൾ അതായത് ഈ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം എന്നുള്ളത് സംബന്ധിച്ച കാര്യം, അത് ശരിക്കും അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമാണ്.